മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ കരിയറും വ്യക്തിജീവിതവും എപ്പോഴും ആരാധകർ ഉറ്റുനോക്കുന്ന വിഷയങ്ങളാണ്. നടൻ ദിലീപുമായുള്ള വിവാഹവും തുടർന്നുള്ള വേർപിരിയലുമെല്ലാം മലയാളികൾ ഏറെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. 14 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയ മഞ്ജു വാര്യർ ഇൻഡസ്ട്രിയിൽ സ്വന്തമായൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തു. എന്നാൽ രണ്ടാം വരവിൽ ദിലീപ് പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ നിന്നോ സിനിമാ കൂട്ടായ്മകളിൽ നിന്നോ മഞ്ജു വാര്യർ വിട്ടുനിൽക്കുന്നത് പതിവ് കാഴ്ചയായിരുന്നു. കാവ്യ മാധവനും കുടുംബത്തോടൊപ്പമുള്ള ദിലീപ് എത്താറുമുള്ള പ്രമുഖ താരങ്ങളുടെ വിവാഹ ചടങ്ങുകളിലോ മറ്റ് അവാർഡ് സന്ധ്യകളിലോ മഞ്ജുവിൻ്റെ അസാന്നിധ്യം വാർത്തകളിൽ നിറഞ്ഞിരുന്നു. പലയിടത്തും ഇരുവരും എത്തിയാൽ തന്നെ ഒരാൾ മടങ്ങിയ ശേഷമാകും മറ്റേയാൾ വേദിയിലേക്ക് വരിക. സുരേഷ് ഗോപി, ജയറാം തുടങ്ങിയ പ്രമുഖരുടെ മക്കളുടെ വിവാഹ ചടങ്ങുകളിലടക്കം പൊതു സുഹൃത്തുക്കൾ ഏറെയുണ്ടായിട്ടും ഇരുവരും ഒരുമിച്ചൊരു വേദി പങ്കിടുന്നത് ഒഴിവാക്കിയിരുന്നു. എന്നാൽ വർഷങ്ങൾക്കു ശേഷം ദിലീപും മഞ്ജു വാര്യരും ഒരേ പൊതു ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ മാജിക് ഫ്രെയിംസ് കാക്കനാട് നിർമ്മിച്ച രാജ്യത്തെ ആദ്യ ട്രാൻസ്പെറൻറ്റ് LED സ്ക്രീൻ തിയേറ്ററിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് ഇരുവരും എത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങിൽ രാഷ്ട്രീയ സിനിമാ മേഖലയിലെ പ്രമുഖരുടെ നിര തന്നെയുണ്ടായിരുന്നു. RSP നേതാവ് ഷിബു ബേബി ജോൺ, MP ഹൈബി ഈഡൻ, MLA റോജി M ജോൺ, സംവിധായകൻ CB മലയിൽ, നടന്മാരായ പൃഥ്വിരാജ് സുകുമാരൻ, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, സുരാജ് വെഞ്ഞാറമൂട്, ധ്യാൻ ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, നടി നവ്യ നായർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. വർഷങ്ങൾക്ക് ശേഷം ദിലീപും മഞ്ജു വാര്യരും ഒരേ ചടങ്ങിലെത്തിയത് ആരാധകർക്ക് കൗതുക കാഴ്ചയായിരുന്നെങ്കിലും ഇരുവരും വേദിയിൽ നേരിട്ട് ഒന്നിച്ചുണ്ടായിരുന്നില്ല. തിയേറ്ററിലെ സ്ക്രീനിൽ ആദ്യം ദൃശ്യം തെളിഞ്ഞ സമയത്ത് ബാൽക്കണിയിൽ ഒരേ നിരയിലാണ് ഇരുവരും ഇരുന്നത്. എന്നാൽ മഞ്ജു വാര്യർ ഇരുന്ന സീറ്റിൽ നിന്നും അകലെ മാറിയാണ് ദിലീപ് ഇരുന്നത്. പൃഥ്വിരാജ്, ജയസൂര്യ എന്നിവർക്ക് അരികിലായിരുന്നു മഞ്ജു വാര്യർ ഇരുന്നത്.